ഇത് KTU 2017 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 2 കേസായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ കേസ് ബോഡി ഇൻക്ലൈൻ ആയിട്ട് ഇരിക്കുന്നത് 15 ഡിഗ്രിയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 200 ന്യൂട്ടണും. രണ്ടാമത്തെ കേസിൽ 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 230 ന്യൂട്ടണുമാണ്. ഈ രണ്ട് കേസും കൺസിഡർ ചെയ്തുകൊണ്ട് ബോഡിയുടെ വെയ്റ്റും ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ആ രണ്ട് കേസും. ആദ്യത്തെ കേസിൽ പ്ലെയിൻ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് 15 ഡിഗ്രിയിലും രണ്ടാമത്തെ കേസിൽ 20 ഡിഗ്രിയുമാണ്. ആദ്യത്തെ കേസിൽ 200 ന്യൂട്ടണാണ് ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ടാണ് ഫുള്ളാണ്. ഇവിടെ 230 ന്യൂട്ടണാണ്. ആദ്യത്തെ കേസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണിത്. W താഴോട്ട്, R1 നോർമൽ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, അത് മുകളിലോട്ട്. ഫ്രിക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് ഫ്രിക്ഷൻ മോഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും, μR1 അത് താഴോട്ടായിരിക്കും. പിന്നെ നമ്മുടെ 200 ന്യൂട്ടൺ. പിന്നെ ഇത് ഇക്വിലിബ്രിയം ആയിട്ടിരിക്കാനുള്ള കണ്ടീഷൻ സിഗ്മ FXYയും ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സിൻ്റെ എല്ലാ സമ്മും വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ഫോഴ്സിൻ്റെ സമ്മും 0 ആയിരിക്കണം. ആദ്യമേ സിഗ്മ FY 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ഫോഴ്സുകൾ നോക്കാം. ആദ്യമേ നോർമൽ ഫോഴ്സ് RN1 മുകളിലോട്ടാണ്, അന്നേരം അതിൻ്റെ സൈൻ പോസിറ്റീവ് RN1. പിന്നെ WN cos 15 അത് താഴോട്ടാണ്, അന്നേരം അതിൻ്റെ സൈൻ നെഗറ്റീവ് W cos 15 = 0. അതിൽ നിന്ന് നമുക്ക് RN1ൻ്റെ വാല്യൂ കിട്ടും, W cos 15. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ സിഗ്മ FX 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 200 റൈറ്റ് സൈഡിലോട്ട്, μR1 ലെഫ്റ്റ് സൈഡിലോട്ട്. അന്നേരം നമ്മൾ എഴുതുമ്പം 200 = 200 പോസിറ്റീവാണ്. പിന്നെ μR1 ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ഫ്രിക്ഷൻ നെഗറ്റീവ്, അന്നേരം നെഗറ്റീവ് μRN1. പിന്നെ ഇത് W sin 15 ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ്, അന്നേരം നെഗറ്റീവ് -W sin 15 = 0. ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് W cos 15 ഉണ്ട്, RN അത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 200 = μ W cos 15 W sin 15 = 0. അതിൽ നിന്ന് W കോമൺ എടുത്തു കഴിഞ്ഞാൽ 200 മൈനസ് ആണ്, 200 മൈനസ് W cos 15 പ്ലസ് sin 15 = 0. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. W കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു മ്യൂ വരും, ഈ ഡയറക്റ്റ് മ്യൂ ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. ഈ കേസ് ഇൻക്ലൈൻഡ് 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതും 234 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോഴുള്ള നോക്കാം. അന്നേരം ഏതൊക്കെ ഫോഴ്സാണെന്ന് വെച്ചാൽ അന്നേരം നമ്മുടെ ഇതുണ്ട്, നോർമൽ ഫോഴ്സ് മേളിലോട്ട്, മോഷൻ അങ്ങോട്ടായതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് μRN1 ഇങ്ങോട്ട്, പിന്നെ W ഇൻക്ലൈൻഡ് അറ്റ് 20 ഡിഗ്രി. ഈ ബോഡിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ എല്ലാം സമ്മ് 0യും ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ എല്ലാ സമ്മ് 0യും. ഇപ്പോൾ നമ്മൾ സിഗ്മ FY 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സുകൾ, നോർമൽ ഫോഴ്സ് മേളോട്ട് പോസിറ്റീവ് RN2, പിന്നെ W 20 cos 20 താഴോട്ട്, അന്നേരം അത് നെഗറ്റീവ് W = 0. അതിൽ നിന്ന് RN2 എന്ന് പറയുന്നത് W cos 20 കിട്ടും. അത് നമുക്ക് ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ സിഗ്മ FX 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സുകൾ, ഫ്രിക്ഷണൽ ആദ്യമേ നമ്മൾ 230 റൈറ്റിലോട്ടാണ്, അത് പോസിറ്റീവ് 230. പിന്നെ μRN1 ലെഫ്റ്റിലോട്ടാണ്, അന്നേരം നെഗറ്റീവ് μRN1. പിന്നെ വെയ്റ്റിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള W sin 20, അത് ലെഫ്റ്റിലോട്ടായതുകൊണ്ട് നെഗറ്റീവ് =0. അന്നേരം μN2, അന്നേരം μN2ൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 3 എന്നുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 230 - μ
W cos 20 മൈനസ് W sin 20 ഈസ് ഈക്വൽ ടു 0. അന്നേരം രണ്ടിലും W കോമൺ നോട്ട് എടുത്തു കഴിഞ്ഞാൽ 230 മൈനസ് W കോമൺ എടുത്തു കഴിഞ്ഞാൽ mu cos 20 പ്ലസ് sin 20 ഈസ് ഈക്വൽ ടു 0. അതിന് നമുക്ക് ഇക്വേഷൻ 4 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 200-നെ അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും, പിന്നെ ഈ 230-യെ ഇപ്പുറത്ത് കൊണ്ടുപോകും ഇക്വേഷൻ. എന്നിട്ട് ആ ഇക്വേഷൻ 4-ഉം 2 ഡിവൈഡ് ചെയ്യുമ്പം W വെട്ടിപ്പോയിട്ട് മ്യൂ മാത്രമുള്ളൊരു ഇക്വേഷനായിട്ട് കിട്ടും. നമ്മളതിനെ നേരെ സോൾവ് ചെയ്യുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഇതൊന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ 2-നെ നെഗറ്റീവായിട്ടുള്ള ടേംസിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി, ഇക്വേഷൻ 4-നകത്ത് നെഗറ്റീവായിട്ടുള്ള ടേംസിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2/4 ചെയ്യുമ്പം ഇക്വേഷൻ 2/ഇക്വേഷൻ 4 ചെയ്യുമ്പം W വെട്ടിപ്പോയി മ്യൂ മാത്രമുള്ള ഒരു ഈ കോസ് 15-നും cos 20 കാൽക്കുലേറ്ററൊക്കെ അടിച്ചു കൊടുക്കുമ്പം മ്യൂ സംതിങ് എന്ന് പറഞ്ഞ് കിട്ടും. അന്നേരം മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 0.26 എന്ന് കിട്ടും. ആ മ്യൂവിൻ്റെ വാല്യൂ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ മ്യൂവിൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡബ്ല്യുവിന് ഒരു വാല്യൂ കിട്ടും. ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾ ചെയ്യുമ്പം കിട്ടുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 411.30 ന്യൂട്ടൺ എന്ന് കിട്ടും.